കോട്ടയം ജില്ലയിൽ മഴ കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മീനച്ചിലാർ കരകവിഞ്ഞ് കുമരകം റോഡിൽ പലയിടത്തും വെള്ളം കയറി. പത്തനംതിട്ടയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കോട്ടയത്ത് ദുരിതം ഒഴിയുന്നില്ല. തിരുവാർപ്പ്, ഐമനം, കുമരകം തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. പാറച്ചാൽ, കാരാപ്പുഴ, വിജയപുരം, കൊശമറ്റം കോളനി പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. 425 പേർ 28 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നു. കോട്ടയം കുമരകം പാതയിൽ ഇല്ലിക്കൽ അടക്കം പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. പിന്നെ കിഴക്കുന്ന് മഴ പെയ്യുമ്പോഴത്തേക്ക് പിന്നെ തോടുകളെല്ലാം അടഞ്ഞു പോയില്ലേ, കണ്ടങ്ങളെല്ലാം നികത്തി. അന്നേരത്തേക്ക് വെള്ളം എവിടെയെങ്കിലും കൊള്ളണ്ടേ. അതുകൊണ്ട് വെള്ളം ഇങ്ങനെ ദുരിതപൂർണമായ ജീവിതമായിട്ട് പോകും. വെള്ളം കയറി തുടങ്ങിയ ഇടങ്ങളിൽ വീട്ടുസാധനങ്ങൾ ഉയർത്തിവെച്ച് മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനുള്ള ശ്രമത്തിലാണ് ജനങ്ങൾ. വൈകിട്ട് ഉള്ളതിനേക്കാൾ നല്ല കൂടുതലുണ്ട്. എല്ലായിടത്തും ഒതുക്കി വെക്കണം, അല്ലെങ്കിൽ കയറി നനഞ്ഞു പോലെ. പ്രളയത്തിന് വന്ന് പെട്ടെന്ന് വന്ന് വെള്ളം കയറി നനഞ്ഞു പോയതാ. ഉരുളപൊട്ടി പെട്ടെന്ന് വരുന്ന വെള്ളം. മണിമലയാറ്റിൽ 2 ദിവസം മുമ്പ് കാണാതായ യുവാവിന്റെ മൃതദേഹം കിട്ടി. കാഞ്ഞിരപ്പള്ളി ചേനപ്പാടി ഇടിയാറ്റുകടവിൽ നിന്നുമാണ് മുണ്ടക്കയം സ്വദേശി തിലകന്റെ മൃതദേഹം കണ്ടെത്തിയത്. തിരുവാർപ്പ് അംബേദ്കർ കോളനി റോഡിൽ തോട്ടിൽ വീണ ഓട്ടോറിക്ഷ കണ്ടെത്തുന്നതിനായുള്ള തിരച്ചിൽ ശക്തമാക്കി. സ്റ്റാർട്ടിങ്ങിലാണ് വണ്ടി. ഞങ്ങൾ താഴെ ഇറങ്ങി മുന്നോട്ടും പുറോട്ടും തിരിച്ചു എങ്ങനെ ഗിയറിലോട്ടായിപ്പോയി. അങ്ങനെ എന്നിട്ട് അവിടെ വണ്ടി ചാടുകയായിരുന്നു. എന്നിട്ട് വണ്ടിയെ പിടിച്ച് ഇവിടം വരെ പിടിച്ച് ഞാൻ കിടന്നു. എന്നിട്ട് അക്കരയുള്ളവർ പറഞ്ഞു വണ്ടിയിൽ വിടാൻ പറഞ്ഞു. അന്നേരം ഇങ്ങനെ മറിഞ്ഞു പോരുകയാണ്. പത്തനംതിട്ടയിൽ മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലും മഴ ശക്തമാണ്. അപ്പർ കുട്ടനാടൻ മേഖലയിൽ പലയിടത്തും വെള്ളം കയറി. ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയും ഉരുൾപൊട്ടലുമാണ് കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ കാരണം. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ പെയ്യുന്നത് അപ്പർ കുട്ടനാടൻ മേഖലയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. നിതിൻ തോമസിനൊപ്പം കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ 1. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.